ഇയ്യോബിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും, അവൻ്റെ അഗ്നിജ്വാല പ്രകാശിക്കുകയില്ല, അവൻ്റെ കൂടാരത്തിൽ വെളിച്ചം ഇരുണ്ടുപോകും, അവൻ്റെ ദീപം കെട്ടുപോകും. ആരുടെയാണ് അഗ്നിജ്വാല കെട്ടുപോകുന്നത്? ആരുടെയാണ് വെളിച്ചം കെട്ടുപോകുന്നത്? ആരുടെ കൂടാരത്തിലാണ് വെളിച്ചം ഇരുണ്ടുപോകുന്നത്? ആരുടെ ദീപമാണ് കെട്ടുപോകുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോകും. ആരാണ് ദുഷ്ടൻ? വേദപുസ്തകം പറയുന്നു ദുഷ്ടൻ അവിശ്വാസി എന്ന്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്ക് ആർക്കും വരരുത് എന്ന് ദൈവവചനം നമ്മെ പുതിയ നിയമത്തിൽ സൂചിപ്പിക്കുന്നു. പുതിയ നിയമപ്രകാരം ദുഷ്ടൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം അവിശ്വാസി എന്നാണ്. ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കാത്തവര്, ക്രിസ്തുവിൻ്റെ യാഗത്തിൽ വിശ്വസിക്കാത്തവര്, ക്രിസ്തുവിൻ്റെ പരമയാഗത്തെ അത് വിശ്വസിക്കാതെ അത് വെറും കെട്ടുകഥ പോലെ കാണുന്നവര്, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിലും യേശുവിൻ്റെ രക്തത്തിൻ്റെ അധികാരത്തിൽ വിശ്വസിക്കാത്തവര്, ഹല്ലേലൂയ, കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്, യാഗമായത് അത് എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള വിശ്വാസം, യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് കബറടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു എന്നുള്ള വിശ്വാസം, യേശു രണ്ടാമത് വരുമെന്നുള്ള വിശ്വാസം, ഈ വിശ്വാസമില്ലാത്തവരാണ് അവിശ്വാസികൾ. കർത്താവിന് സ്തോത്രം. ഒരുപക്ഷെ ക്രിസ്തീയ സഭയിലോ മതത്തിലോ ഇല്ലാത്തവർ അവിശ്വാസികളെന്ന് പലരും പറയും. അല്ല പ്രിയരെ, ക്രിസ്തീയ മതത്തിലുള്ളവരും അവിശ്വാസികളുണ്ട് ധാരാളം. അവർ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നില്ല. ക്രിസ്തു തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, തിരുവെഴുത്തിന പ്രകാരം കബറടക്കപ്പെട്ടു, തിരുവെഴുത്തിന പ്രകാരം ഉയർത്തെഴുന്നേറ്റു, തിരുവെഴുത്തുകളിൻ പ്രകാരം വീണ്ടും വരുമെന്നുള്ള വിശ്വാസമില്ലാത്ത എത്രയോ ആളുകൾ. അങ്ങനെ യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുകയില്ലേ? തങ്ങളെ തന്നെ ഒരുക്കുകയില്ലേ? ഇന്നത്തെ വഴക്കും ഇന്നത്തെ ഭിന്നതയും ഇന്നത്തെ തൊഴുത്തിൽ കുത്തുകളും ഇന്നത്തേതായ അടിപിടികളും ഇന്നത്തേതായ ഞാനെന്ന ഭാവങ്ങളും എൻ്റെ സഭ എന്നുള്ളതായ ചിന്താഗതികളും മനുഷ്യരുണ്ടാകുമായിരുന്നോ? ഇല്ല. മനുഷ്യരതെല്ലാം മറക്കുന്നു. യേശു രണ്ടാമത് വരും, അതൊരു കെട്ടുകഥയായി പോയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ജീവനുള്ള ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ വെളിച്ചം കെട്ടുപോകാതിരിക്കും.